നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ ട്രിപ്പിളിയോ ECയോ ബിടെക്കോ ഡിപ്ലോമയോ 3 വർഷം ഡിപ്ലോമ പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിയിലും OBCക്ക് 43 വയസ്സ് വരെയും അപേക്ഷിക്കാൻ പറ്റുന്ന PSCയുടെ ഒരു കിടിലൻ പോസ്റ്റ് നമ്മളുടെ മുന്നിലേക്ക് വരികയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSCയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇത് നിങ്ങൾക്ക് പ്രൊഫൈലിൽ വരും. അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ ഏറ്റവും മികച്ചൊരു അവസരമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി, അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളിലേക്ക് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, ഈ സെയിം നോട്ടിഫിക്കേഷൻ ആണ് നമുക്കിനി 2026 വിളിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇത് 2022 ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2022 ഓക്കെ. അപ്പോൾ എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാല്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് നമുക്കൊരു പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡിമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിലേക്കാണ് നമുക്കിപ്പോൾ അപേക്ഷ എന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളെല്ലാം നമുക്ക് 3 ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് ജോബ് നമുക്ക് പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ. അതായത് നമ്മൾ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾസ്, അതാണ് JTS എന്ന് പറയുന്നത്. ജൂനിയർ ടെക്നിക്കൽ സ്കൂൾസിലേക്ക് വരുന്നുണ്ട്. അതിനെയാണ് നമ്മളിവിടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമുക്ക് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് JTS ജൂനിയർ ടെക്നിക്കൽ സ്കൂളിലേക്ക് ഉള്ള പോസ്റ്റിംഗ്, അതായത് നമുക്ക് അവിടെ ലാബിലുള്ള വർക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കില്ലെങ്കിൽ ആ സ്കൂളിലേക്ക് കിട്ടുന്ന അണ്ടറിൽ വരുന്ന പോസ്റ്റിന്റെ പേരാണ് ജൂനിയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ള പേരിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എവിടെയാണ്, പോളിടെക്നിക്കൽ കോളേജസിലാണ്. പോളിടെക്നിക്കൽ കോളേജസിലാണ് നമ്മൾ ഡിമോൺസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് പോസ്റ്റിംഗ് വരുന്നത് എങ്കിൽ നമുക്ക് അതിനെ പറയുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നുള്ള പേരിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പോസ്റ്റിനെ അറിയപ്പെടുന്നത്. അപ്പം ഇത് JTS, അതുപോലെ ഇത് എവിടെയാണ് നമുക്ക് പോളിടെക്നിക്കൽ കോളേജ്, ഇത് എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെയായിരിക്കും പോസ്റ്റ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് സാലറി 3ലും സെയിം തന്നെയായിരിക്കും. നമുക്ക് കിട്ടുന്നതിന്റെ ഒരു പോസ്റ്റിന് ഒരു പേരിന് വ്യത്യാസം ഉണ്ടെന്ന് വരുന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാത്തിനും എന്തായിരിക്കും, സെയിം സാലറി തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് വേക്കൻസി 31 എന്ന് പറഞ്ഞെങ്കിൽ പോലും റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 88 അഡ്വൈസിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ട്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 88ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അവസരമാണ്. ഇനി ഇതിന്റെ യോഗ്യത, ഇത് നമുക്ക് ലാസ്റ്റ് വന്നതാണ്, 2022 വന്നിരിക്കുന്നതാണ്. PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജനറൽ കാറ്റഗറി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ 43 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ ഉള്ളവർക്കും ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഒരുപാട് നാളോട് കാത്തിരുന്ന് അല്ലെങ്കിൽ ഏജ് ഓവർ ആയി എന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോഴേ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി, നമുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടർ റെഗുലർ ആയിട്ട് പഠിക്കണം. ഡിപ്ലോമ ആണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് 3 വർഷം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. പോളിടെക്നിക് ഉള്ളവർക്ക്, ട്രിപ്പിളിയും EC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ബിടെക്കാർക്കും MTechകാർക്കും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ 2022 ഡിസംബർ മാസത്തിലായിരുന്നു ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ജൂൺ മാസം നോക്കിക്കേ 16-ാം തീയതി 2023 ഓക്കെ. ഇതിന്റെ 2023 പരീക്ഷ നടന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഏകദേശം 2024 ഇന്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇറക്കി. അപ്പൊ 2024 വന്നതിന് നമുക്ക് 3 വർഷത്തെയാണ് കാലാവധി വരുന്നത്. അപ്പൊ ഏകദേശം 27 കൂടിയിട്ട് കാലാവധി തീരുകയാണ്. അപ്പൊ ഈ ഒരു വർഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡിസംബറിൽ വന്നിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ആ ഒരു ടൈം വെച്ച് തന്നെ പോകണം. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ നോട്ടിഫിക്കേഷൻ ഈ വർഷം വന്ന് എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുൻപ് തന്നെ പുതിയ കാലാവധി ക്യാൻസൽ ആവുന്ന സമയത്ത് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പരീക്ഷ നടത്തുക എന്നുള്ളത് PSCയുടെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ പ്രകാരമുള്ളവർക്ക് 6 മാസം കൊണ്ട് നമുക്ക് പരീക്ഷ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി എന്ത് ചെയ്യാണ്, ഏറ്റവും പുതിയ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഓക്കെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ല JTSലാണെങ്കിലാണ് ഇത് വരുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക്ഷോപ്പ് അറ്റൻഡർ, അതുപോലെ ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഒക്കെ തുടങ്ങിയ പോസ്റ്റ്, ഇതെല്ലാത്തിനും സെയിം സിലബസ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് പരീക്ഷ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ ഇലക്ട്രിസിറ്റി മസ്ദൂർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേര് വിഷമിച്ച് പോയിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് മസ്ദൂറിന്റെ അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലാതെ പോയവരുണ്ട്. അതുപോലെ ബിടെക്കാരൊക്കെ അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും മികച്ചൊരു അവസരമാണ് ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ദെൻ അഡ്മിഷൻ കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.